മണലാരണ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തി സ്വന്തം നാട്ടിൽ കാർഷിക വൃത്തിയുടെ ശീതളിമയിൽ അഭയവും ആനന്ദവും അനുഭവിക്കുന്ന പത്തനംതിട്ട റാന്നി ഇടത്തറയിൽ പാലത്തിങ്കൽ വീട്ടിലെ സജി എന്ന ഓമനപ്പേരുള്ള ജേക്കബ് തോമസ് പ്രവാസത്തിനു വിരാമമിട്ട് കൂൺ കൃഷിയിലാണ് വ്യാപൃതനായത്. കൂൺ കൃഷിക്കുള്ള പ്രാഥമിക അറിവ് ഇന്റർനെറ്റ് വഴിയാണ് സജി സ്വായത്തമാക്കിയത്. പിന്നീട് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും പരിശീലനം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 കിലോ മുതൽ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. 4 ഇനം കൂണുകളാണ് ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഓയിസ്റ്ററിൻ്റെ 3 ഇനം കൃഷി ചെയ്യുന്നുണ്ട്. ഫ്ലോറിഡ, സാപ്പിഡസ്, പിങ്ക് എന്നീ 3 ഇനം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് 3 ഇനവും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ ബിസിനസ് നടക്കുന്നുണ്ട്. അതിൽ പിന്നീടുള്ളത് മിൽക്കി മഷ്റൂം എന്ന ഇനമാണ്. മിൽക്കി മഷ്റൂമിന് പൊതുവെ ഇവിടെ മാർക്കറ്റ് വളരെ കുറവാണ്. എങ്കിലും റെയറായിട്ട് അതും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 ഇനം കൂൺ കൃഷിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം ഒന്നടങ്കം എന്നെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ബെഡ് വിത്ത് ഉൽപ്പാദനം അതിനൊരു യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ലാബും അതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ട്. മക്കൾ, ഭാര്യ ഒക്കെ സഹായിക്കുന്നു. പാക്കിങ്ങിലുമൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും കൃഷി ചെയ്യുന്നത് 2 മാധ്യമം വഴിയാണ്. ഒന്ന് കച്ചി, അതല്ലെങ്കിൽ വൈക്കോൽ. രണ്ടാമത് സോഡസ്റ്റ് അല്ലെങ്കിൽ അറപ്പ് പൊടി. അത് പാഴ്മരത്തിൻ്റെ റബ്ബറിൻ്റെ അറപ്പ് പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സോഡസ്റ്റിൽ ചെയ്താൽ കുറേ മറ്റുള്ള കച്ചിയിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ താമസം എടുക്കും കൂണുണ്ടാകാൻ. അതേസമയം കച്ചിയിലാണെങ്കിൽ 14 മുതൽ 20 ദിവസത്തിനകം കൂണ് ഉണ്ടാകണം. ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കാര്യം ഇരിക്കുന്നത്. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ 14-നും 22 ദിവസത്തിനകം കൂണ് ഉണ്ടാകും. ഈ ചിപ്പി മഷ്റൂം ഞാൻ ഉപയോഗിക്കുന്നത് 3 കിലോ സോഡസ്റ്റ്, 150 ഗ്രാം വിത്ത്. ആ ഒരു കണക്കിലാണ് ഞാൻ ഇടുന്നത്. വൈക്കോലും റബ്ബറിന്റെ അറക്കപ്പൊടിയുമാണ് മാധ്യമങ്ങളായി സജി ഉപയോഗിക്കുന്നത്. ഈ മാധ്യമത്തെ 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം അരമണിക്കൂർ സമയം തിളപ്പിക്കുന്നു. തുടർന്ന് വെള്ളം വാർത്തുകളഞ്ഞ് അരമണിക്കൂർ തണുപ്പിക്കുന്നു. പിഴിഞ്ഞാൽ വെള്ളം തൂവാത്ത വിധം തുവർത്തിയെടുക്കണം. ഒരു കൂൺ ബെഡ് തയ്യാറാക്കാൻ 3 കിലോയോളം വൈക്കോൽ വേണ്ടിവരും. വൈക്കോൽ കൊണ്ട് 3 ഇഞ്ചോളം കനമുള്ള 3-4 ചുമ്മാടുകളുണ്ടാക്കി അണുവിമുക്ത പോളിത്തീൻ കവറുകളിൽ ഇടയിൽ വിത്ത് വിതറി അട്ടിയാക്കി വയ്ക്കുന്നു. പ്രത്യേകം നിർമ്മിച്ച അണുവിമുക്ത ഹാളുകൾക്കുള്ളിലാണ് ബെഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ബെഡിൽ നിന്ന് 1 കിലോ കൂണ് ഉൽപ്പാദനം നടക്കുന്നുണ്ട്. 3 പ്രാവശ്യമാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ 9 മുതൽ 12 ദിവസത്തിനകം 2ാം വിളവെടുപ്പും, വീണ്ടും 9 മുതൽ 12 ദിവസത്തിനകം 3ാം വിളവെടുപ്പും ഉണ്ടാകും. ഈ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ 3 വിളവെടുപ്പോട് കൂടി ഇത് കളയുന്നതായിരിക്കും നല്ലത്. ഈ കൂൺ കർഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്ലീനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അണുവിമുക്തമായ രീതിയിൽ ഇത് ചെയ്യാവൂ. കൈ ഒക്കെ കഴുകിയിട്ട് ഇതിനുള്ളിൽ കയറി കൂൺ പറിക്കാനും കൂൺ ബെഡിൽ തൊടുവാനൊക്കെ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൃഷിയും 30 ദിവസത്തിനകം വിളവ് തരുന്ന ഒരു കൃഷിയും മറ്റില്ലാത്തതുകൊണ്ട് കൂൺ കൃഷി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചത്. വേറെ ഒരു കൃഷിക്ക് 30 ദിവസം കൊണ്ട് വിളവ് തരാൻ പറ്റില്ല. ഒരു പച്ച കളറില്ല എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പിന്നീട് ഇതിന് മറ്റ് ചില രോഗങ്ങളൊക്കെ ഉണ്ട്. കൂൺ ബെഡുകൾ അഴുക്കാവും, മറ്റ് പൂപ്പലുകൾ പിടിക്കും. അതൊക്കെ നമ്മൾ കണ്ടെത്തി അന്നേരം നശിപ്പിച്ച് കളയുകയോ അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയോ ഒക്കെ വേണം. ഫോഗർ സിസ്റ്റം ആവശ്യാനുസരണം ഉപയോഗിച്ച് അന്തരീക്ഷം എപ്പോഴും ഈർപ്പമയമാക്കി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 60 രൂപയാണ് ഒരു ബെഡ് തയ്യാറാക്കാനുള്ള ശരാശരി ചെലവ്. 2 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. ഒരു ബെഡിൽ നിന്നും 1 കിലോ വരെ കൂൺ ലഭിക്കും. കിലോയ്ക്ക് 300 രൂപ ഇപ്പോൾ വിലയുണ്ട്. വൈക്കോൽ ഉപയോഗിച്ചാൽ 14-നും 20-നും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ വിളവെടുക്കാം. അറക്കപ്പൊടിയാണെങ്കിൽ 25 ദിവസം വരെ വേണ്ടിവരും.
3 തവണകളിലായി വിളവെടുക്കുന്നു. 1 കിലോ കൂണിന് 300 രൂപ റേറ്റിലാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. ഇത് പ്രധാനമായും കർഷകൻ്റെ കട എന്ന റാന്നിയിലൊരു സ്ഥാപനമുണ്ട്. അത് കൃഷി വകുപ്പ് ആരംഭിച്ച ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം വഴി വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സിറ്റികൾ റാന്നി, പത്തനംതിട്ട, പടശ്ശേരിക്കര എന്ന സിറ്റികളിൽ ഇത് വിറ്റഴിക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ സെയിൽ നടക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ പരിശീലനം ഇൻ്റർനെറ്റായിരുന്നു. ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടാണ് ഇത് പഠിച്ച് കൃഷി ചെയ്ത് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ അത് പോരാ എന്ന് തോന്നിയപ്പോൾ കുമരകത്ത് A.V. മാത്യു സാറിനെ സമീപിച്ചു. A.V. മാത്യു സാറ് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളും വിത്തുൽപാദനവും പഠിപ്പിച്ചു. ഇന്നും A.V. മാത്യു സാറിൻ്റെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഏത് തിരക്കിലാണെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം അതിനുള്ള പ്രതിവിധികളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കൂൺ കർഷകൻ ഒരിക്കലും ഒരു മാസ്റ്ററാണെന്ന് അവകാശപ്പെടത്തില്ല. കാരണം അവൻ എപ്പോഴും വിദ്യാർത്ഥി തന്നെയായിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ കൂൺ കൃഷിയിൽ. അപ്പം എപ്പോഴും നമുക്കിങ്ങനെ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന അത് കൃഷി വകുപ്പിൻ്റെ എല്ലാവരും ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം കൃഷി വകുപ്പ് എന്നെ ബാംഗ്ലൂരിൽ വിട്ട് ഒന്നുകൂടെ പഠിപ്പിച്ചിരുന്നു. ഒരാഴ്ചത്തെ ക്ലാസ്സിന് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അവിടെ നിന്നും കുറേയേറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. 6 കിലോ സോഡസ്റ്റ് ഉപയോഗിക്കുന്നിടത്ത് ഇപ്പോൾ ഞാൻ 3 കിലോ ഉപയോഗിക്കുന്നുള്ളൂ. കച്ചിയുടെയും അളവ് കുറച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിച്ചതനുസരിച്ച് ഏറ്റവും കുറച്ച റോ മെറ്റീരിയൽ നല്ല ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അത് റിസർച്ച് സെൻ്ററായിരുന്നു. അത് എനിക്ക് നല്ലൊരു ഗുണകരമായിട്ട് തീർന്നു കൃഷിക്ക്. 1000-ഓളം ബെഡുകളാണ് ഇപ്പോൾ സജിക്കുള്ളത്. കാലാവസ്ഥ കൂൺ കൃഷിക്ക് ഒരു സുപ്രധാന ഘടകമാണ്. കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥയിൽ വിളവ് അല്പം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ അനുകൂല കാലാവസ്ഥയായതിനാൽ വിള കൂടുമെന്നാണ് സജിയുടെ അഭിപ്രായം. ഒരു ദിവസം 10 മുതൽ 15 കിലോ വരെ കൂൺ ലഭിക്കുന്നുണ്ട്. 200 ഗ്രാം വീതം പാക്ക് ചെയ്ത് ഓമന എന്ന പേരിലാണ് ഉൽപ്പന്നം വിപണിയിലെത്തുന്നത്. മഴ സമയത്ത് കൂണിന് പൊതുവെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പം നമ്മൾ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയല്ല, സ്പ്രേ ചെയ്യുവാണ്. വളരെ ചെറിയ അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതേസമയം ഈ മഴ സമയത്ത് നമുക്കത് വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട്. എന്നാൽ വേനൽ സമയത്ത് നമ്മൾ ഫോഗ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഫോഗർ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കർഷകരൊക്കെ അത് സ്പ്രെയർ ഉപയോഗിച്ച് 2 or 3 പ്രാവശ്യം വേനൽ സമയത്ത് നനച്ചു കൊടുക്കുന്നതല്ല. കൂണിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സൈഡ് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊഴിവാകും വേനൽ സമയത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ. ഒരു വിത്തുൽപാദന യൂണിറ്റ് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിത്തുൽപാദിപ്പിക്കാൻ എൻ്റെ ഫാമിലി മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെല്ലാണ് അതിൻ്റെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത്. നെല്ല് കൊയ്ത്ത് സമയത്ത് കളക്ട് ചെയ്തിട്ട് അത് ഒരു 3 മാസമെങ്കിലും പഴക്കമുള്ള നെല്ലാണ് നല്ലത്. അപ്പോൾ നേരത്തെ അത് കൊയ്യുന്ന സമയത്ത് കളക്ട് ചെയ്ത് വെച്ചേക്കും. ഇത് 3 മാസം കഴിയുമ്പോൾ മുതൽ വിത്തുൽപാദനം ആരംഭിക്കും. 35 രൂപ റേറ്റിലാണ് വിത്ത് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ ട്രെയിനിങ് പ്രോഗ്രാം വരുമ്പോൾ എന്നെ വിളിച്ച് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. കർഷകർക്കും ആത്മ പോലുള്ള സംവിധാനത്തിനുമൊക്കെ ഈ കൂൺ കൃഷിയെപ്പറ്റി പറയുകയും അവർ വന്ന് ഫാം സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂൺ നല്ല ഒരു ആഹാരമാണ്. പ്രാചീന കാലം മുതൽ കൂൺ ഉപയോഗിച്ചിരുന്നു. കൂണിൽ പ്രോട്ടീൻ നന്നായി ഉണ്ട്. കൂണിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഇറച്ചിയിലുണ്ടെങ്കിലും ഈ മനുഷ്യ ശരീരം വലിച്ചെടുക്കുവാൻ ഈ കൂണിലെ പ്രോട്ടീനാണ് ഏറ്റവും നല്ലത്. എല്ലാം കൂണിൽ അടങ്ങിയിരിക്കുന്ന അത്രയും പ്രോട്ടീൻ നമ്മുടെ ശരീരം വലിച്ചെടുക്കും. എന്നാൽ ഇറച്ചിയിൽ പകുതിയിലേറെ വേസ്റ്റായിട്ട് പോവുകയാണ്. തന്നെയല്ല, ഫോളിക് ആസിഡ് ക്യാൻസറിനെയും തൈറോയ്ഡ് ക്യാൻസർ മറ്റ് ഷുഗറിനെ വളരെ കൺട്രോളിൽ കൊണ്ടുപോകാൻ ഈ കൂൺ സഹായിക്കും. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കൂൺ സഹായിക്കും. മറ്റുള്ള നമ്മുടെ ശാരീരികമായ മറ്റ് അസുഖങ്ങൾക്കും ഒക്കെ കൂണ് നല്ലൊരു ഔഷധമാണ്. ഏകദേശം 1000 ബെഡുകളാണ് ഇവിടെ കിടക്കുന്നത്. അത് പകുതി കച്ചിയിലും പകുതി
അറക്കപ്പൊടിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ അറക്കപ്പൊടിയിൽ കൂൺ ഉണ്ടാകാൻ താമസിക്കുകയും കച്ചിയിൽ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടിയാണ് പകുതി കച്ചിയിലും പകുതി അറക്കപ്പൊടിയിലും ചെയ്യും. ഇത് അറക്കപ്പൊടിയിൽ ചെയ്തിരിക്കുന്ന ബെഡുകളാണ്. ഇത് 3 കിലോ ഉണ്ട് ഒരു ബെഡ്. അങ്ങനെ 5 ലൈനാണ് ഇട്ടിരിക്കുന്നത്. ഈ കൂൺ കൃഷിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയെത്തുന്നതും നമുക്ക് നോട്ടം എത്തുന്നതും ഭാഗം വരെ ഈ ബെഡുകൾ തൂക്കിയിടാവും. ഉയരങ്ങൾ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഉയരത്തിലിട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഫംഗസ് ബാധയൊക്കെ ഉണ്ടായാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് കച്ചിയിലിട്ടിരിക്കുന്നതാണ്. കച്ചിയും ഇതേപോലെ തന്നെ ഏതാണ്ട് 3 കിലോ കച്ചിയാണിത്. കച്ചി, അറക്കപ്പൊടി, ഈ 2 മാധ്യമമാണ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ജലസേചനം ഉറപ്പാക്കാൻ വേണ്ടി ഒരു ഫോഗിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഫോഗറാണ് തന്നെ ഈ കാണുന്ന